ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 4th യൂണിറ്റ് ആണ്. ഗിഫ്റ്റ് ബോക്സ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതിലുള്ള ഫുൾ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുന്നത്. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ട ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. ഫിസിൻ ആൻഡ് ഫിസ ആർ വെയിറ്റിംഗ് ഫോർ ദെയർ അങ്കിൾ. ഫിസിനും ഫിസയും അവരുടെ അങ്കിളിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹിയർ ഈസ് അങ്കിൾ സ്പോർട്സ് ആൻഡ് ഗിഫ്റ്റ്സ് ടു. അപ്പോ അങ്കിൾ എത്തി. അവരെന്ത് പറയുന്നു? ആ അങ്കിള് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ട്സ് ഇൻ ദ ബോക്സ്? എന്തായിരിക്കാം ആ ബോക്സിൽ? എന്തായിരിക്കാം മക്കളെ? മേ ബി ടോയ്സ് ഓർ മേ ബി ചോക്ലേറ്റ്സ് ഓർ ഡ്രസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും അല്ലേ? എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല. എന്തായിരുന്നു? സേവിംഗ് ബോക്സ്. ഹായ്, see, it looks like a small house. We can keep our coins and notes in this. Both of them counted their coins and notes. അപ്പൊ അതെന്തായിരുന്നു? ഒരു മണി ബോക്സ് ആയിരുന്നു, സേവിംഗ് ബോക്സ് ആയിരുന്നു. നമ്മൾ ക്യാഷ് ഒക്കെ ഇട്ട് വെക്കുന്ന, നമ്മളുടെ പണം സമ്പാദിക്കുന്ന ഒരു സമ്പാദ്യപ്പെട്ടിയായിരുന്നു. ഒരു വീട് പോലെയുള്ള, വീടിന്റെ മോഡലിലുള്ള ഒരു ബോക്സ് ആയിരുന്നു. അപ്പൊ അവരെന്ത് വിചാരിച്ചു? അവരുടെ കയ്യിലുള്ള നോട്ടും കോയിനും ഒക്കെ ഇതിലേക്ക് ഇട്ട് വെക്കാം എന്ന് വിചാരിച്ചു. ഫിസിന് കിട്ടിയത് നോക്കൂ. 10 റുപ്പീസിന്റെ ഒരു നോട്ട്, 5 റുപ്പീസിന്റെ ഒരു നോട്ട്, 10 റുപ്പിയുടെ ഒരു കോയിന്, 5 റുപ്പിയുടെ ഒരു കോയിന്, 2 റുപ്പീസിന്റെ ഒരു കോയിന്, 1 റുപ്പീസിന്റെ ഒരു കോയിൻ. ദെൻ ഹൗ മച്ച്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയുണ്ട്? നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 10 റുപ്പീസിലേക്ക് 5 റുപ്പീസ് ആഡ് ചെയ്യാം. അപ്പൊ എത്രയായി മക്കളെ? ആ 10 + 5 15 ആയി. ഇനി അതിലേക്ക് 10 റുപ്പിയുടെ ഒരു കോയിന് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 15 + 10 25. അതിലേക്ക് 5 റുപ്പീസിന്റെ കോയിൻ ആഡ് ചെയ്താൽ 25 + 5 30. പിന്നെ അതിലേക്ക് 2 റുപ്പീസിന്റെ കോയിൻ ആഡ് ചെയ്താൽ 30 + 2 32. ദെൻ 1 റുപ്പിയുടെ കോയിൻ ആഡ് ചെയ്താൽ 32 + 1 33. ടോട്ടൽ 33 റുപ്പീസ് ആണ് ഫിസിന്റെ കയ്യിലുള്ളത്. ഇനി ഫിസയ്ക്കുള്ളത് നോക്കൂ. 50 റുപ്പീസിന്റെ ഒരു നോട്ട് ഉണ്ട്, 5 റുപ്പീസിന്റെ 2 കോയിനും 1 റുപ്പിയുടെ 2 കോയിനുമാണ് ഉള്ളത്. സോ ടോട്ടൽ എത്രയാണ്? നമുക്ക് ഓരോന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ ആഡ് ചെയ്യാം. ആദ്യം 50യുടെ നോട്ടിലേക്ക് 5 റുപ്പീസിന്റെ ഒരു കോയിൻ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 50 + 5 ആണ്, 55 ആയി. വീണ്ടും ഒരു 5 റുപ്പിയുടെ കോയിൻ ആഡ് ചെയ്യുമ്പോൾ 55 + 5 60. പിന്നെ ഒരു 1 റുപ്പി കോയിൻ ആഡ് ചെയ്യുന്നു, 60 + 1 61. ദെൻ അടുത്തത് 61 + 1 62. ടോട്ടൽ 62 റുപ്പീസ് ആണ് ഫിസയുടെ കയ്യിലുള്ളത്. വാട്ട് ഓൾ നോട്ട്സ്? വി ഹാവ് നോട്ട്സ് ഓഫ് 5, 10 ആൻഡ് 50. ഫിസിന് പറയാണ് നമ്മുടെ കയ്യിൽ 5 റുപ്പീസിന്റെ ഒരു നോട്ടും 10ന്റെ നോട്ടും 50യുടെ നോട്ടും ഉണ്ട്. വാട്ട് അതർ നോട്ട്സ് ആർ ദർ? ഇനി ഇത് കൂടാതെ വേറെ ഏതൊക്കെ നോട്ടുകൾ ഉണ്ട്? വാട്ട് കറൻസി നോട്ട്സ് ഹാവ് യു സീൻ? റൈറ്റ് ദെൻ. നിങ്ങൾ കണ്ടിട്ടുള്ള നോട്ടുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5ന്റെ നോട്ടുണ്ട്, 10ന്റെ നോട്ടുണ്ട്, 20 റുപ്പീസിന്റെ ഉണ്ട്, 50 റുപ്പീസിന്റെ ഉണ്ട്, 100 റുപ്പീസിനുണ്ട്, 200 റുപ്പീസിന്റെ ഉണ്ട്, 500 റുപ്പീസിന് നോട്ടുണ്ട്, അതുപോലെ 2000 റുപ്പീസിനും നോട്ടുണ്ട്. ആദ്യമൊക്കെ 1000 റുപ്പീസിന് നോട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1000ന് നോട്ടില്ല, പകരം 2000നാണ് നോട്ടുള്ളത് അല്ലേ? ഹൗ മച്ച്? Find the total amount in each sets and connect to the number. നമുക്കിവിടെ കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് 10 റുപ്പീസിന്റെ നോട്ട് തന്നിട്ടുണ്ട്. 10 റുപ്പീസിന്റെ കുറച്ച് ഗ്രൂപ്പാണ് തന്നിട്ടുള്ളത്. അതുപോലെ കുറച്ച് എമൗണ്ടും അതിന് ഓപ്പോസിറ്റ് ആയി തന്നിട്ടുണ്ട്. ഈ നോട്ട് എത്ര വീതമുണ്ടോ ആ എമൗണ്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഗ്രൂപ്പ് നോക്കൂ. 10 റുപ്പിയുടെ 2 നോട്ട്സ് ആണുള്ളത്. അതായത് 10 + 1 10 20 ആണ്. ദെൻ അടുത്തതിൽ 5 നോട്ട്സ് ഉണ്ട്. 10 + 10 + 10 + 10 + 10 50 റുപ്പീസ് ആണ്. അടുത്തത് 10 റുപ്പി നോട്ട്സ് ഉണ്ട്. അതായത് 10 × 10 റുപ്പീസ് ചേർന്നാൽ 100 റുപ്പീസ് ആയി. പിന്നെ 4th ഗ്രൂപ്പിൽ 3 10 റുപ്പി നോട്ട്സ് ആണുള്ളത്. ഇപ്പൊ 10 + 10 + 10 30 റുപ്പീസ് ആയി. ലാസ്റ്റ് ഗ്രൂപ്പിൽ 4 നോട്ട്സ് ഉണ്ട്. സോ 10 + 10 + 10 + 10 40 റുപ്പീസ് ആണ് ടോട്ടൽ ആയത്. ടേക്കിംഗ് ഔട്ട് മണി. ഫിസിൻ ആൻഡ് ഫിസ വെന്റ് ടു ദ ടൗൺ വിത്ത് ദെയർ അങ്കിൾ. They took out some money from ATM. ഫിസിനും ഫിസയും അങ്കിളിനോട് കൂടെ അവർ ടൗണിലേക്ക് പോയി ATM നിന്ന് കുറച്ച് പൈസ അവരെടുത്തു. നോട്ട്സ് ഗോട്ട് ഫ്രം ATM. അവർക്ക് ATM നിന്ന് കിട്ടിയ പൈസ നോക്കൂ. 100 റുപ്പീസിന്റെ എത്ര നോട്ടുണ്ട്? 5 നോട്ടുണ്ട്. അതുപോലെ 200 റുപ്പീസിന്റെ 3 നോട്ട്സ് ഉണ്ട്. നമുക്ക് അവിടെ താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹൗ മെനി 100 റുപ്പീസ് നോട്ട്സ്? എത്ര 100 റുപ്പി നോട്ട്സ് ഉണ്ട്? നമ്മൾ പറഞ്ഞു 5 ആണുള്ളത്. ദെൻ ഹൗ മെനി 200 റുപ്പി നോട്ട്സ്? 200ന്റേത് 3 നോട്ട്സ് ആണ് ഉള്ളത്. ചേഞ്ചിങ് മണി. ദേ വെന്റ് ടു ദ മാർക്കറ്റ് ഇൻ ആൻ ഓട്ടോറിക്ഷ. അവർ ഒരു ഓട്ടോറിക്ഷയിലാണ് മാർക്കറ്റിലേക്ക് പോയത്.
ഡു യു ഹാവ് ചേഞ്ച് ഫോർ എ 100 rupee നോട്ട്സ്? അപ്പൊ ഡ്രൈവറോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ 100 rupee നോട്ട്സിന് ചേഞ്ച് ഉണ്ടോ എന്നല്ലേ. അവർക്ക് ഡ്രൈവർ തിരികെ കൊടുത്ത ചേഞ്ച് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 10 rupeesന്റെ 10 നോട്ട്സ് ആണ് ഡ്രൈവർ ചേഞ്ച് ആക്കി കൊടുത്തത്. ഹൗ മെനി 10 rupee നോട്ട്സ് ദേ ഗോട്ട്? 10 ആണ്. എത്ര 10 രൂപ കിട്ടി? 10 രൂപയാണ് കിട്ടിയത്. വാട്ട് ഇഫ് ഇറ്റ് ഈസ് 20 rupee നോട്ട്സ്? ഇനി 10ന് പകരം 20 ആണെങ്കിൽ എന്താവുമായിരുന്നു? അതായത് 20 എത്ര ടൈംസ് ആഡ് ചെയ്താൽ 100 ആവും എന്നാണ് നോക്കേണ്ടത്. 20 + 20 40 ആണ്. അതിലേക്ക് ഒരു 20 കൂടെ ആഡ് ചെയ്യുമ്പോൾ 60, അതിലേക്ക് ഒരു 20 കൂടെ ആഡ് ചെയ്യുമ്പോൾ 80, അതിലേക്ക് ഒരു 20 കൂടെ ആഡ് ചെയ്യുമ്പോൾ 100. സോ 1 2 3 4 5 ടോട്ടൽ 5 20 rupees ആണ് നമ്മൾ ആഡ് ചെയ്തത്. സോ 20 rupee നോട്ട്സ് 5 ആണ്. വാട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ 5 rupee നോട്ട്സ്? ഇനി ഇത് ഒരു 5 rupee നോട്ട്സ് ആണ് ചേഞ്ച് കൊടുത്തതെങ്കിൽ 100 ആവാൻ എത്ര 5 rupee നോട്ട്സ് വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എത്ര 5 ആഡ് ചെയ്താലാണ് 100 ആവുക എന്നാണ് നോക്കേണ്ടത്. 20 ടൈംസ് 5 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 100 വരുന്നത്. 5 + 5 + 5 അങ്ങനെ 20 ടൈംസ് ആഡ് ചെയ്യുമ്പോഴാണ് 100 വരുന്നത്. സോ 25 rupee നോട്ട്സ് വേണ്ടി വരും. ഗ്രാൻഡ് ഡിസ്കൗണ്ട്. ഫിസിൻ, ഫിസ ആൻഡ് അങ്കിൾ വെന്റ് ടു ദ ടോയ് ഷോപ്പ്. ഹാഫ് പ്രൈസ്, ദ സിമ്പിൾ മീൻസ് റുപ്പി. ഓക്കെ, ഫിസിനും ഫിസയും അങ്കിളും കൂടെ ടോയ് ഷോപ്പിലേക്ക് പോയി. അപ്പൊ അവിടെ ഓഫർ നടക്കുന്നുണ്ട്. ഏത് ടോയ് എടുത്താലും അതിന് ഹാഫ് പ്രൈസേ ഉള്ളൂ, പകുതി വിലയെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അവിടെ നമുക്ക് റുപ്പീസിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണ് കേട്ടോ തന്നിട്ടുള്ളത്. ഫിസിൻ ബോട്ട് എ ഡോൾ പ്രൈസ് ടു 40 rupees. ഹൗ മച്ച് ഷുഡ് ദേ പേ? ഫിസിൻ ആദ്യം ഒരു 40 രൂപ വിലയുള്ള ഒരു ഡോള് വാങ്ങി, ഒരു പാവ വാങ്ങി. എങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അതായത് 40ന്റെ 40 rupeesന്റെ ഹാഫ് ആണ് വേണ്ടത്. അതായത് ഏതോ ഒരു നമ്പർ 2 ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് 40 കിട്ടും. അതേതാണ് നമ്പർ? 20 ആണ്. 20 + 20 ആണ് 40. സോ ഡോളിന്റെ ടോട്ടൽ പ്രൈസ് 20 rupees ആണ്. ലുക്ക് അറ്റ് ദ പ്രൈസസ് ഓഫ് അതർ ഐറ്റംസ്. ഹൗ മച്ച് ഷുഡ് ദേ പേ? ഇനി അവർ വാങ്ങിയ മറ്റ് സാധനങ്ങളുടെ ഡീറ്റെയിൽസ് താഴെ തന്നിട്ടുണ്ട്. അതിന് ഓരോന്നിനും അവർ എത്ര രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പ്രൈസ്, അതായത് ഒറിജിനൽ പ്രൈസ് അവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഹാഫ് കൊടുത്താൽ മതി അല്ലെ, പകുതി കൊടുത്താൽ മതി. ആദ്യത്തെ നോക്കൂ, 10 ആണ്. 10 rupeesന്റെ ടോയ് വാങ്ങി. അപ്പോൾ 10 rupeeയുടെ ഹാഫ് എത്രയാണ്? അതായത് ഏത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ്, ഇത് സെയിം നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 10 ആവുക? 5 ആണല്ലേ. 5 + 5 ആണ് 10. സോ 5 rupees ആണ് അതിന്റെ ഹാഫ്. നെക്സ്റ്റ് ₹20 ആണ്. അതായത് 20ലേക്ക് ഏതോ 2 നമ്പേഴ്സ്, സെയിം നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 20 ആവുന്നത്. 10 ആണ്. 10 + 10 ആണ് 20. നെക്സ്റ്റ് 100 rupees ആണ്. 100 rupees ഏത് നമ്പേഴ്സ്, സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 100 ആവുന്നത്? 50 ആണ്. 50 + 50 ആണ് 100. സോ ഹാഫ് എന്ന് പറയുന്നത് 50 rupees ആണ്. നെക്സ്റ്റ് പ്രൈസ് 50 ആണ്. 25 + 25 ആണ് 50 വരുന്നത്. അപ്പോൾ 25 ആണ് അതിൻ്റെ ഹാഫ് എന്ന് പറയാം കേട്ടോ. പിന്നെ അവസാനത്തേത് 40 rupees ആണ് ആയിട്ടുള്ളത്. 20 + 20 ആണ് 40. അതുകൊണ്ട് ഹാഫ് ഓഫ് ദ പ്രൈസ് എന്ന് പറയുന്നത് 20 rupees ആണ്. Twice 5 rupee is 10 rupees. That is what I said. 5 is half of 10. അതായത് 5ന്റെ ട്വൈസ് ആണ്, ഇരട്ടിയാണ് 10 എന്ന് നമുക്ക് പറയാം. അറ്റ് ദ സെയിം ടൈം അത് റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ 10ന്റെ ഹാഫ് ആണ് 5 എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ സപ്പോസ് 1ന്റെ ട്വൈസ് ആണ് 2 എന്ന് നമുക്ക് പറയാം. 1 + 1 ആണ് 2. എന്നാൽ 2ന്റെ ഹാഫ് ആണ് 1 താനും. ഓക്കെ, അത് നേരെ റിവേഴ്സിൽ പറയുമ്പോൾ ഹാഫ് ആയിട്ട് മാറും. പിന്നെ അതുപോലെ 10ന്റെ ട്വൈസ് ആണ് 20. 10 + 10 അതാണ് ട്വൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് 20. അത് നമുക്ക് തിരിച്ചു പറയുമ്പോൾ 20യുടെ ഹാഫ് ആണ് 10 എന്ന് പറയാം. അതുപോലെ അപ്പോൾ 50യുടെ ട്വൈസ് ആണ് 100 എന്ന് പറയാം. 50 + 50 100 ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് തിരിച്ചെങ്ങനെ പറയാം? 100ന്റെ ഹാഫ് ആണ് 50. പ്രൈസ് ഓഫ് ടോയ്. ഡിഡ് യു സീ ദ ടോയ്സ് ദേ ബോട്ട്? ഫിസിനും ഫിസയും വാങ്ങിയിട്ടുള്ള ടോയ്സ് ഏതൊക്കെയാണെന്ന് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, ഫിസിൻ ഒരു ഡോളും ഒരു എയ്റോപ്ലെയിനും ഒരു ബോളും വാങ്ങി. അപ്പോൾ ഡോളിന്റെ വില, ടെഡി ബിയറിന്റെ വില എന്ന് പറയുന്നത് 50 rupees ആണ്. അപ്പൊ അതിന്റെ ഹാഫ് കൊടുത്താൽ മതി അല്ലെ. 50യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 25 ആണ്. നെക്സ്റ്റ് എയ്റോപ്ലെയിനിന്റെ വില 100 rupees ആണ്. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 50 rupees ആണ്. നെക്സ്റ്റ് ബോളാണ്. ബോളിൻ്റെത് 10 rupees ആണ്. അതിന്റെ ഹാഫ്, 10ന്റെ ഹാഫ് 5 ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായി? ഈ മൂന്നും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം 25 + 50 ചെയ്യാം. 5 + 0 5 ആണ്. 2 + 5 7 ആണ്. സോ ടോട്ടൽ 75 ആണ്. ഇനി 75ലേക്ക് ബോളിന്റെ 5 rupees കൂടെ ആഡ് ചെയ്യണം. 75 + 5 5 + 5 10 ആണ്. 0 7ലേക്ക് 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 8. സോ 80 rupees ആണ് ടോട്ടൽ പ്രൈസ്.
ഫിസ വാങ്ങിയത് നോക്കൂ, ഒരു ഡക്ക്, ഒരു റാബിറ്റ്, ഒരു എയ്റോപ്ലെയിൻ, ഒരു ബോൾ. ഡക്കിന്റെ വില 20 റുപ്പീസ് ആണ്, അപ്പോൾ അതിന്റെ ഹാഫ് ആയിട്ടുള്ള 10 കൊടുത്താൽ മതി. റാബിറ്റിന് 40 റുപ്പീസ് ആണ്, അതിന്റെ ഹാഫ് ആയിട്ടുള്ള 20 കൊടുത്താൽ മതി. എയ്റോപ്ലെയിനിന് 100 ആണ്, അതിന്റെ ഹാഫ് ആയിട്ടുള്ള 50 കൊടുത്താൽ മതി. ബോളിന് 10 ആണ്, അതിന്റെ ഹാഫ് ആയിട്ടുള്ള 5 കൊടുത്താൽ മതി. ടോട്ടൽ കാണാൻ ഈ 4 കൂടെ ആഡ് ചെയ്യുക. ആദ്യം നമുക്ക് 10ലേക്ക് 20 ആഡ് ചെയ്യാം. 10 + 20 ചെയ്ത് നോക്കാം. 0 + 0 0 ആണ്, 1 + 2 3 ആണ്, 30. ഇനി 30ലേക്ക് 50 ആഡ് ചെയ്യുക, അപ്പോൾ 80 ആണ് ആൻസർ വരുന്നത്. ഇനി 80ലേക്ക് അവസാനമുള്ള 5 ആഡ് ചെയ്യുക, 85 ആയി. സോ ടോട്ടൽ 85 റുപ്പീസ് ആണ് ഫിസ വാങ്ങിയത്. ഹൂസ് ടോയ്സ് കോസ്റ്റ് മോർ? ആരുടെ ടോയ്സ് ആണ് കൂടുതൽ വിലയായത്? ഫിസിന് 80 ആണ്, ഫിസയ്ക്ക് 85 ആണ്. സോ ഫിസയുടേതാണ് കൂടുതൽ, ഫിസയാണ്. വാട്ട് ആർ ദ ടോയ്സ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ഫോർ ₹70? 70 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ടോയ്സ് വാങ്ങാം എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങാം. ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടണം. ഞാനിവിടെ വാങ്ങുന്നത് നോക്കൂ, ഒരു റാബിറ്റ് വാങ്ങി. റാബിറ്റിന് 40 റുപ്പീസ് ആണ്, അതിൻ്റെ ഹാഫ് ആയിട്ടുള്ള 20 കൊടുത്താൽ മതി. പിന്നെ ഒരു എയ്റോപ്ലെയിനും വാങ്ങി. എയ്റോപ്ലെയിൻ 100 ആണ്, അതിൻ്റെ ഹാഫ് ആയിട്ടുള്ള 50 കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് 20 + 50 70 ആയി. സോ ഇങ്ങനെയുള്ള കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഏത് ടോയ്സും വാങ്ങാം. Money matters. After 1 month, Fizin and Fiza opened their saving box. They counted the money. അവർ ഒരു മാസത്തിന് ശേഷം രണ്ടുപേരും അവരുടെ മണി ബോക്സ് തുറന്നു, എന്നിട്ട് പണം എണ്ണി. 21 റുപ്പി കോയിൻസ് ആഡ് അപ് ടു 20 റുപ്പീസ്. അപ്പോൾ ഫിസിന് പറയാണ് 20 1 രൂപയുടെ കോയിൻസ് ഉണ്ട്. ഈ 20 1 രൂപയുടെ കോയിൻസ് ചേർന്നാൽ 20 റുപ്പീസ് ആയി. 21 റുപ്പി കോയിൻസ് ചേർന്നാൽ 20 റുപ്പീസ് ആയി. ഫിസ പറയുന്നത് നോക്കൂ, 101 റുപ്പി കോയിൻസ് മേക്ക് ഹൗ മെനി റുപ്പീസ്? അങ്ങനെയാണെങ്കിൽ 101 റുപ്പി കോയിൻസ് ചേർന്നാൽ എത്രയായി? 101 റുപ്പി കോയിൻസ് എന്ന് പറയുമ്പോൾ 1 + 1 + 1 അങ്ങനെ 100 ടൈംസ് 1 ആഡ് ചെയ്യുക. സോ ആൻസർ 100 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടു മേക്ക് 200 റുപ്പീസ് ഹൗ മെനി 1 റുപ്പി ആർ നീഡഡ്? 200 രൂപയാക്കാൻ എത്ര 1 റുപ്പി കോയിൻസ് വേണം? 200 1 റുപ്പി കോയിൻസ് വേണം. ഹൗ മെനി 10 റുപ്പീസ് ആർ നീഡഡ് ടു മേക്ക് 50 റുപ്പീസ്? 50 റുപ്പീസ് ആക്കാൻ എത്ര 10 റുപ്പീസ് വേണം? അതായത് എത്ര 10 ആഡ് ചെയ്താലാണ് 50 ആവുക എന്നാണ് നോക്കേണ്ടത്. 10 നമ്മൾ 5 ടൈംസ് ആഡ് ചെയ്യുമ്പോഴാണ് 50 ആവുക. സോ 5 10 റുപ്പീസ് വേണം. ഹൗ മെനി 10 റുപ്പീസ് ആർ നീഡഡ് ടു മേക്ക് 100 റുപ്പീസ്? 100 റുപ്പീസ് ആക്കാൻ എത്ര 10 വേണം? നമ്മൾ 10 ടൈംസ് 10 ആഡ് ചെയ്യുമ്പോഴാണ് 100 ആവുക. സോ 10 റുപ്പി നോട്ട്സ് വേണം. ഹൗ മെനി 10 റുപ്പീസ് ആർ നീഡഡ് ടു മേക്ക് 200 റുപ്പീസ്? ഇത്തരത്തിൽ 200 റുപ്പീസ് ആക്കാൻ എത്ര 10 റുപ്പീസ് വേണം? 100 ആവാൻ 10 ടൈംസ് 10 ആഡ് ചെയ്യണം. വീണ്ടും ഒരു 100 കൂടെ ആഡ് ആയാൽ 200 ആയി അല്ലേ? സോ 10 + 10 20 10 റുപ്പി നോട്ട്സ് ഉണ്ടായാലേ 200 ആവുകയുള്ളൂ. ചേഞ്ചിങ് മണി. ഇവിടെ നമുക്ക് കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ട്. 10ന്റെ നോട്ടുണ്ട്, 20യുടെ നോട്ടുണ്ട്, 50യുടെ ഉണ്ട്, 5ന്റെ ഉണ്ട്. ഷോബിൻ ചേഞ്ച്ഡ് എ 100 റുപ്പി നോട്ട്. ഹി ഗോട്ട് ദ നോട്ട് ഷോൺ അബവ്. ഹൗ മെനി ഓഫ് ഈച്ച് ക്യാൻ ഇറ്റ് ബി? ഷോബിൻ ഒരു 100 രൂപ ചേഞ്ച് ആക്കി. അപ്പം അവന് കിട്ടിയിട്ടുള്ള നോട്ടുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഈ ഓരോന്നും എത്ര എണ്ണം വീതം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് 50യുടെ ഒരു നോട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. 50യുടെ ഒരു നോട്ട് കിട്ടി, 20യുടെ ഒരു നോട്ട് കിട്ടി, 10ന്റെ ഒരു നോട്ട് കിട്ടി. അങ്ങനെ ആദ്യം എടുക്കുക. അപ്പോൾ 50യുടെ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ 50 റുപ്പീസ് ആയി. 10ന്റെ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ 20യുടെ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ 20 റുപ്പീസ് ആയി. 50 + 20 70 ആയി. പിന്നെ 10ന്റെ ഒരു നോട്ട് കിട്ടി. അപ്പോൾ 70 + 10 80 ആയി. പിന്നെ 5ന്റെ 80ലേക്ക് ബാക്കി 20 കൂടെ ആയാലല്ലേ 100 ആവുകയുള്ളൂ. സോ 5ന്റെ 4 നോട്ട്സ് കിട്ടി. അപ്പോൾ 20 ആയി. സോ 80 + 20 100 ആയി. നിങ്ങൾക്ക് പല രീതിക്ക് ഇത് ചെയ്യാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 വരണം എന്നേ ഉള്ളൂ കേട്ടോ. സേവിങ്സ്. ഫിസയ്ക്ക് കിട്ടിയ സേവിങ്സ് നോക്കൂ. ഫിസയുടെ മണി ബോക്സിൽ ഉണ്ടായിരുന്നത് 1 റുപ്പി കോയിൻസ് 10. 10ന്റെ 1 റുപ്പി കോയിൻസ് 10 ഉണ്ട്. സോ 10 റുപ്പീസ് ആയി. 5 റുപ്പി കോയിൻസ് 3. ദാറ്റ് മീൻസ് 5 + 5 + 5 15 റുപ്പീസ് ആയി. നെക്സ്റ്റ് 10 റുപ്പി നോട്ട്സ് 2. 10ന്റെ 2 നോട്ട്സും. ദാറ്റ് മീൻസ് 10 + 10 20 റുപ്പീസ് ആയി. 50 റുപ്പി നോട്ട്സ് 1. 50യുടെ ഒരു നോട്ടും. സോ 50 റുപ്പീസ്. ടോട്ടൽ എത്രയായി മക്കളെ? ടോട്ടൽ കാണാൻ 10 + 15 + 20 + 50 ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് വലുതിൽ നിന്ന് തുടങ്ങാം. 50 + 20 70 ആണ്. 70ലേക്ക് 15 കൂടെ ആഡ് ചെയ്യുക. സോ 85. പിന്നെ 85ലേക്ക് 10 കൂടെ ആഡ് ചെയ്യുക. 95. ടോട്ടൽ 95 റുപ്പീസാണ് ഫിസയ്ക്കുള്ളത്. ഫിസിനുള്ളത് നോക്കൂ.
₹5 നോട്ട്സ് 1 ആണ്, അതായത് ഒരു നോട്ടേ ഉള്ളൂ 5-ൻ്റേത്. സോ ₹5. ദെൻ ₹5 കോയിൻസ് 4, കോയിൻസ് 4 ഉണ്ട്. സോ 5 + 5 + 5 + 5 ₹20 ആയി. ₹10 നോട്ട്സ് 1, 10-ൻ്റെ ഒരു നോട്ടുണ്ട്, 5 നോട്ടുണ്ട്, 5 നോട്ട്സ് ഉണ്ട്. സോ 10 + 10 + 10 + 10 + 10 50 ആയി. ടോട്ടൽ കാണാൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക. 50 + 20 70 ആണ്. 70 + 5 75 ആണ്. ടോട്ടൽ ₹75 ആണ്. ഹു ഹാസ് സേവ്ഡ് മോർ? ആരാണ് കൂടുതൽ സേവ് ചെയ്തത്? ഫിസ 95ഉം ഫിസിന് 75 ആണ്. സോ ഫിസയാണ് കൂടുതൽ സേവ് ചെയ്തത്. ഹൗ മച്ച് മോർ? എത്ര കൂടുതലുണ്ട്? അത് കാണാൻ വലിയ സംഖ്യയിൽ നിന്ന് നമ്മൾ ചെറിയ സംഖ്യ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഫിസയുടെ 95ൽ നിന്ന് ഫിസിൻ്റെ 75 കുറയ്ക്കുക. സോ ₹20 കൂടുതലുണ്ട്. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. Need help. A young woman with liver disease admitted to a hospital seeks aid. How about giving her some from our savings? Of course. അപ്പോൾ അവരൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കാണുകയാണ്. ഒരു ലിവറിന് കേട്ടുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കുകയാണ്? ഇവരുടെ മണി ബോക്സിലുള്ള കുറച്ച് ക്യാഷ് അവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. നല്ലൊരു കാര്യമാണല്ലേ മക്കൾ ചെയ്യുന്നത്? ഫിസിൻ ആൻഡ് ഫിസ സെൻഡ് ദെയർ ₹10 നോട്ട്സ് ആൻഡ് ₹5 നോട്ട്സ്. അവരവരുടെ കയ്യിലുണ്ടായിരുന്ന ₹10 നോട്ട്സും ₹5 നോട്ട്സും ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഫിസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ₹10 നോട്ട്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ₹10 നോട്ട്സ് ഉണ്ടായിരുന്നു, അതായത് ₹50 ഉണ്ടായിരുന്നു. ഫിസയുടെ കയ്യിൽ 2 ആയിരുന്നു, 2 ₹10 നോട്ട്സ് ആയിരുന്നു, അതായത് 20 ആയിരുന്നു. സോ 20 + 50 70 ആയി. ഇനി ₹5 നോട്ട്സ് ഫിസിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഒരു ₹5 നോട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 5 ആണ്. സോ ടോട്ടൽ അവർ കൊടുത്തത് 70 + 5 ₹75 ആണ് ടോട്ടൽ കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്തു നോക്കാനായിട്ടുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ചെയ്ത ഭാഗങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്